ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ത്യയിലെ രണ്ട് വൻപിച്ച ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകളാണ്. ഒന്ന് IDBI ബാങ്ക്, അതായത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുകൂടാതെ IOB, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഈ രണ്ടും നാഷണലൈസ്ഡ് ബാങ്കാണ്. നിങ്ങൾക്ക് അവിടെ ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ ഈ രണ്ട് ബാങ്കിലും അപ്രന്റീസ്ഷിപ്പിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതായത് IDBIയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലുണ്ട് വേക്കൻസി, അത് കഴിഞ്ഞ് ചെന്നൈയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വർഷത്തെയാണ് ഇവർ ഈ സമയം തരുന്നത് നമുക്ക് പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യുവാനായിട്ട്. പക്ഷേ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ എല്ലാ മാസവും നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടിക്കൊണ്ടിരിക്കും. അത് എത്രയാണ് കിട്ടുന്നത് എന്നുള്ള ഓരോ ബാങ്കിലും ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. അവരുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം IDBI ബാങ്കിന്റെ നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ ചെന്നൈയിലുണ്ട്, കേരളത്തിൽ കൊച്ചിയിലുണ്ട്, അതുകൂടാതെ ഹൈദരാബാദിലുണ്ട്. ഈ മൂന്ന് സ്ഥലങ്ങളിൽ നമ്മുടെ സൗത്ത് റീജിയനിൽ വരുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. 750 വേക്കൻസി ഉണ്ട്. അതായത് ഇതിന് പ്രത്യേകം നമ്മൾ ഷോർട്ട് ഫോമിൽ ഇതിന്റെ ഈ ഒരു വേക്കൻസിയെ പറ്റി പറയുകയാണ് ജാം, അതായത് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ, ജാം എന്നാ പറയുന്നത്. അപ്പം ഇതിന്റെ ഇനി ഞാൻ ബാക്കിയുള്ള കാര്യം ഞാൻ പറയാം. എങ്ങനെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനകത്ത് നമുക്ക് സെലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് ഞാൻ പറയുന്നുണ്ട്. ഓരോ ബാങ്കിൻ്റെയും IDBIയുടെയും ഓവർസീസ് ബാങ്കിൻ്റെയും അവരുടെ തന്നെ നോട്ടിഫിക്കേഷൻ കാണിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പം ഇതൊരു അപ്രന്റീസ്ഷിപ്പാണ്. ഗ്രാജുവേറ്റിനെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്രാജുവേറ്റ് തൊട്ട് മുതലോട്ട് ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഏതെങ്കിലും ഡിസിപ്ലിൻ ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആയിരിക്കണം നിങ്ങൾ. അപ്പം നമുക്ക് ആദ്യം IDBIയുടെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പം മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. വീഡിയോ ഇച്ചിരി നീണ്ടതായിരിക്കും. കാര്യം രണ്ട് ബാങ്കിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത്. നിങ്ങൾക്ക് ഇടയ്ക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. കാര്യം രണ്ട് ബാങ്കിന്റെ കാര്യങ്ങളും നിങ്ങൾ കാണണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വീഡിയോ നീണ്ടതാണെന്ന് വെച്ച് നിങ്ങൾ ക്ലോസ് ചെയ്ത് പോകല്ലേ. നാഷണലൈസ്ഡ് ബാങ്കിന്റെ വേക്കൻസിയാണ്. IDBIയുടെ അഡ്വർടൈസ്മെന്റ് നമ്പർ 12 20 24 25. അഡ്മിഷൻ ടു IDBI PGDVF എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡെവലപ്മെന്റ് ബാങ്ക് ഫൈനാൻസ് എന്നുള്ള അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. 2025 26 ഈ അപ്രന്റീസ്ഷിപ്പ്. അപ്പം ബാങ്കുകളെല്ലാം ഇത് കണക്ക് ഓരോ വർഷവും അപ്രന്റീസ്ഷിപ്പ് നടത്തുന്നുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും എല്ലാവർക്കും ഇതിൻ്റെ ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക്. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പം വിചാരിക്കും, അപ്രന്റീസ്ഷിപ്പിന് പോയി നമ്മൾ ഈ ഫീസ് അടച്ചിട്ട് നമ്മൾ അതിൻ്റെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റേ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പിന്റെ ഒരു വേക്കൻസിയാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിലും ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും വിലയുണ്ടായിരിക്കും. അപ്പം ഇന്ത്യൻ നാഷണലൈസ്ഡ് ബാങ്കിൽ ആയിക്കോട്ടെ, പ്രൈവറ്റ് ബാങ്കിലായിക്കോട്ടെ, എവിടെയും ഇന്റർവ്യൂ വരുമ്പോഴത്തേക്ക്, റിക്രൂട്ട്മെന്റ് വരുമ്പോഴത്തേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം ഇത് നമ്മളൊരു പാഴ്വേലയായിട്ട് നിങ്ങൾ കരുതരുത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതിനകത്ത് പറയുന്നുണ്ട്, പ്ലീസ് റീഡ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ carefully before
remitting the fee and filling up the online application. ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെന്നാണ് പറയുന്നത്. അപ്പം അതിനെപ്പറ്റി ഇനി ഞാൻ പറഞ്ഞു വേക്കൻസി ഉണ്ടെന്ന്. തീർച്ചയായിട്ടും വേക്കൻസി അഹമ്മദാബാദ്, ഭോപ്പാൽ, ബാംഗ്ലൂർ, ചെന്നൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, മുംബൈ, നാഗ്പൂർ, കൊച്ചി കേരള. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. കാര്യം 2 ബാങ്കിന്റെ പറയേണ്ടത് കൊണ്ട് ഒരു വീഡിയോ ഇച്ചിരി നീളും. അതുകൊണ്ടാണ്. ബാക്കി ഇവിടെ നിങ്ങൾക്ക് നോക്കാം. ഞാൻ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി പറയുന്ന കാൻഡിഡേറ്റ് പ്ലീസ് നോട്ട് ദ ഫോളോയിങ് സ്പെസിഫിക് criteria before applying for the post. The recruitment is being carried out for admission to IDBI PGDBF through Manipal Academy of Essential Qualification. Graduate in any discipline from a recognized university. നിങ്ങളൊരു കുറഞ്ഞ വർഷം ഗ്രാജുവേറ്റ് ആയിരിക്കണം. മിനിമം 20 വയസ്സ് ഉണ്ടായിരിക്കണം. മിനിമം മാക്സിമം 25 വയസ്സ് വരെ നിങ്ങൾ പോകാൻ പറ്റത്തുള്ളൂ. അതായത് 20-നും 25-നും ഇടയിലുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡേറ്റ് ഓഫ് ഓൺലൈൻ ലിസ്റ്റ് ടെൻഡറ്റീവ് ആണ്. ഏപ്രിൽ 6-ാം തീയതി ഇതിന്റെ എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യവും ടെസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യവും ഞാൻ ഈ വീഡിയോയിൽ താഴെ പറയുന്നുണ്ട്. നമ്പർ ഓഫ് വേക്കൻസി 650 ഇതിനകത്ത് നമ്പർ ഓഫ് വേക്കൻസി. ഇപ്പം UR, SC, ST, EWS, OWC എല്ലാം കഴിഞ്ഞ് നമുക്ക് എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ എന്ന് പറയുന്നതാണ് ഇവർ 650 തന്നിരിക്കുന്നത്. അതിനകത്ത് ഇത്രയും ആൾ ഓവർ ഇന്ത്യയിൽ ഇത്രയും ഈ ഒരു രീതിയിൽ ഇത് പോവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് ബോർഡ് ടൈം ലൈൻസ്, കട്ട് ഓഫ് ഡേറ്റ് ഫോർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ് ആൻഡ് ക്വാളിഫിക്കേഷൻ മാർച്ച് 1, 2025 വരെയാണ് കണക്ക് കൂട്ടുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ബോർഡ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 1 തൊട്ട് ഇത് തുടങ്ങിയതാണ്. അതായത് ടെൻഡറ്റീവ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ടെസ്റ്റ് ഏപ്രിലാണ്. മാർച്ച് തൊട്ട് 12 മാർച്ച് വരെയുള്ളൂ. ഈ മാസം 12-ാം തീയതി തീരെ, അതായത് 1-ാം തീയതി മാർച്ചിന് തുടങ്ങിയതാണ്. ഇന്ന് 3-ാം തീയതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 12-ാം തീയതി നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കണം. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കട്ട് ഓഫ് ഡേറ്റ് മാർച്ച് 1 പറയുന്നുണ്ട്. ആപ്ലിക്കന്റ് മസ്റ്റ് ബി ഐദർ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലുള്ളവരായി, സബ്ജക്ട് ഓഫ് ഇത് പിന്നെ നിങ്ങൾ അധികം പഠിക്കേണ്ട, ഇത് ഇന്ത്യൻ സിറ്റിസണിന് കിട്ടത്തുള്ളൂ. അതൊരു കാര്യമാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാൻഡിഡേറ്റ് ഷുഡ് ബി ഗ്രാജുവേറ്റ് ഫ്രം എനി ഡിസിപ്ലിൻ ഫ്രം ദ യൂണിവേഴ്സിറ്റി റിക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ റിക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇവിടെ പറയുന്നുണ്ട് ഗ്രാജുവേറ്റ് വേണമെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് കാൻഡിഡേറ്റ് ആർ എക്സ്പെക്ടഡ് ടു ഹാവ് പ്രൊവിഷൻസി ഇൻ കമ്പ്യൂട്ടറിൽ അറിവുണ്ടായിരിക്കണം. പ്രൊവിഷൻസി ഇൻ റീജിയണൽ ലാംഗ്വേജ് വിൽ ബി, നിങ്ങൾ ഏത് സംസ്ഥാനത്താണ്, ഇപ്പൊ കേരളമാണെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, നമുക്കതേ അറിയത്തുള്ളൂ. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ് എക്സ്പെക്ടഡ്, നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കുക. പക്ഷെ നിങ്ങൾ കമ്പ്യൂട്ടർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കമ്പ്യൂട്ടർ ഈ ഒരു അവസരത്തിൽ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലൂടെയാണ് നടക്കുന്നത്. ടെക്നിക്കലായിട്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് കമ്പ്യൂട്ടർ തീർച്ചയായിട്ടും പഠിക്കുക. നിങ്ങൾക്ക് ഇപ്പം കമ്പ്യൂട്ടർ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കമ്പ്യൂട്ടർ പഠിക്കണം. ഈ ഏജിനെ പറ്റി പറയുന്നത് 20 വയസ്സ് 25 വയസ്സെന്ന് പറഞ്ഞ് ഇതിനകത്ത് SC ST ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിനുള്ള 5 വർഷത്തെ ഇളവുണ്ട്. അത് നിങ്ങൾ ഇത് നോക്കി പഠിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പോയ വീഡിയോ ഒരുപാട് നീളും. പിന്നെ നിങ്ങൾ തന്നെ പറയും ഇതെന്നാ നാളെയോ തീർക്കത്തുള്ളെന്ന്. ഇനി നോൺ റീഫണ്ടബിൾ ആണ് ഇത് ഫീസ് അടയ്ക്കുന്നത്. അപ്പം ഫീസിന്റെ ഇവിടെ പറയുന്നുണ്ട് SC ST PWDക്ക് വേണ്ടി 250 രൂപയേ ഉള്ളൂ ഫീസായിട്ട്. അതേസമയം ബാക്കി എല്ലാവർക്കും 1050 രൂപ കൊടുക്കണം. 1050 രൂപയാണ് ബാക്കി എല്ലാവർക്കും. SC ST PWD കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും 1050. എനിക്കറിയത്തില്ല, ഇത്രയും വ്യത്യാസത്തിലാണ് ഇവരിത് ചെയ്യുന്നത്. ഇനി ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. പേയ്മെന്റ് ഓഫ് ഫീസ് എങ്ങനെയാണ് അടയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഒളി ഓൺലൈൻ ഫ്രം 1 മാർച്ച് തൊട്ട് 12 മാർച്ചിന് ഇടയിലേ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇനി ഏതൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കരുതിയിരിക്കണം. സ്കാൻ ദർ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ എൻഷുറിംഗ് ദാറ്റ് ബോത്ത് ദ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ അഡ്ഹിയർ ടു ദ റിക്വയർഡ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഗീവൻ അണ്ടർ. അതിനകത്ത് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും നിങ്ങളുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്യണമെന്ന് പറയുന്നു. ബാക്കി നിങ്ങൾ ഇത് പഠിക്കണം. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഒരു പക്ഷേ എല്ലാവർക്കും ഇപ്പൊ ഇത് കണക്കുള്ള ഇംഗ്ലീഷിൽ അത്ര വശമില്ലായിരിക്കും. എന്നെ കണക്കായി ചിലരെങ്കിലും ഉണ്ടായിരിക്കും എന്നെ കണക്ക്. അപ്പൊ നിങ്ങൾ അതിനൊരു കാര്യം ചെയ്താൽ മതി. ഒരു 99% ആൾക്കാർക്കും ഇത് അറിയാം എങ്ങനെയാ ഇത് നമ്മൾ മലയാളത്തിൽ തർജ്ജമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് മലയാളത്തിൽ തർജ്ജമ എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് ഇത് കോപ്പി ചെയ്യുക. നിങ്ങൾ ഇവിടുന്ന് ഇത് കോപ്പി ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ ഈ ഒരു പാരഗ്രാഫ് കോപ്പി ചെയ്ത് എനിക്കിത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അപ്പൊ എനിക്ക് ഇതിന്റെ മലയാളം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഇത് വായിച്ചിട്ട് ഇവിടുന്ന് ഞാൻ വീണ്ടും ഗൂഗിൾ ക്രോമിൽ വരിക. നിങ്ങൾ ഗൂഗിൾ ക്രോം എടുക്കുക, ഗൂഗിൾ ക്രോമിൽ വരിക. ഗൂഗിൾ ക്രോമിൽ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. പേജ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ വരും. ഇതിൽ ഈ 336 കൊടുത്തിരിക്കുന്ന ഈ ഗൂഗിൾ ആപ്സ് എന്ന് പറയുന്ന ഇതിനകത്ത് വരിക. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും താഴെയായിട്ട് ഇവിടെ ട്രാൻസ്ലേറ്റ് ഉണ്ട്. ഈ ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്ന ഇവിടെ മലയാളത്തിൽ കാണിക്കും. ഇനി വേറെ ഏതെങ്കിലും ഭാഷയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾ ചെയ്താൽ ഇവിടെ വരും. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് മലയാളത്തിലാണ്. ഞാൻ ഇവിടെ കൊണ്ടുവന്നത് കോപ്പി പേസ്റ്റ് ചെയ്ത് അതിവിടെ മലയാളം ഈ റിക്രൂട്ട്മെന്റ് പ്രക്രിയ പൂർത്തിയാകുന്നത് വരെ സാധുവായ ഒരു വ്യക്തിഗത ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. ഈ റിക്രൂട്ട്മെന്റ് പ്രക്രിയ പൂർത്തിയാകുന്നത് വരെ. അപ്പൊ ഞാൻ ഇത് മൊത്തം പഠിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്നെ കണക്ക് ഒരു 10% എങ്കിലും ഇതിനകത്ത് കാണും. ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടത്തില്ല. അത് നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്കാണിത്. ഇത് 99 ആൾക്കാർക്കും അറിയാം. എന്നെ കണക്ക് ചിലർക്ക് മാത്രം അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അറിയാവുന്നവർ ക്ഷമിക്കണം. ഇവിടെ ഞാൻ ഫീസിന്റെ കാര്യം ഞാൻ പറഞ്ഞ് SC/ST PWD 250, ഫോർ ആൾ അതേഴ്സ് 1050 രൂപയാണ്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഇവിടെ എന്താണെന്ന് പറയുന്നുണ്ട്. നിങ്ങളത് നോക്കി മനസ്സിലാക്കിയാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അത് ഓരോന്നായിട്ട് നിങ്ങൾ പേയ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വന്നാൽ മതി. ഇനി 10th 12th സ്റ്റാൻഡേർഡ് ഇതിന്റെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. 10th ക്ലാസ് 12th സ്റ്റാൻഡേർഡ് മാർക്ക് ഷീറ്റ്, സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഓരോ ഏജ് പ്രൂഫിന് വേണ്ടിയിട്ട് അങ്ങനെ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം സ്കാൻ ചെയ്ത് എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇനി ഇതിന്റെ ടെസ്റ്റിന്റെ എങ്ങനെയാണ്, ഇതിന്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഇത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 60, മാക്സിമം മാർക്ക് 60, ടൈം അലോട്ടഡ് ഫോർ ഈച്ച് ടെസ്റ്റ് 40 മിനിറ്റ് ആണ്. ഇത് നിങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഈ ബാങ്കിന്റെ ടെസ്റ്റിനെ പറ്റി അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ഇത് ബാങ്ക് ടെസ്റ്റ്, സിലബസ് ഓഫ് ബാങ്ക് ടെസ്റ്റ് എന്നോ എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പം അല്ലെങ്കിൽ പ്രീവിയസ് ബാങ്ക് ടെസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ മതി. അപ്പം പ്രീവിയസ് ഇയർ ഫോർ ബാങ്ക് ടെസ്റ്റ് എന്ന് കൊടുത്താൽ മതി ഗൂഗിൾ ക്രോമിൽ. നിങ്ങൾക്ക് അവിടുന്ന് ആവശ്യമായ അവർ ഇതിനു മുന്നേ ബാങ്കിലൊക്കെ നടന്നിട്ടുള്ള ആ ടെസ്റ്റിന്റെ കാര്യങ്ങൾ അവരവിടെ കാണിക്കും. അപ്പം അങ്ങനെ നമുക്ക് അത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിനകത്ത് നോക്കി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇനി ഞാൻ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി പറയാം. അപ്ലൈ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് IDVIയുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ നേരത്തെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതിനെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ആൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് ചെയ്യുക. ഇല്ലെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ബാക്കി ചെയ്താൽ മതി. അപ്പം അപ്പോഴത്തേക്ക് അതിന്റെ ഇത് പേജ് ഓപ്പൺ ആവും. അപ്ലൈ ചെയ്യുന്ന പേജ് ഓപ്പൺ ആവും. അവർ ചോദിക്കുന്ന ഡീറ്റെയിൽ കൊടുത്ത് അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുവരെ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇത് ഇത് IDVIയുടെ ഇത്രയും നേരമായി. ഇനി
ഓവർസീസ് ബാങ്കിന്റെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇതാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ. ഇതിനകത്ത് 750 വേക്കൻസി ഉണ്ട്. ഈ 750 വേക്കൻസി കൊച്ചിയിലാണ്, കേരളത്തിലെ കൊച്ചിയിലാണ്. ഇവിടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന് പറയുന്നുണ്ട്. 2 ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കിയാ, ഗവൺമെന്റ് ജോലിയാ കിട്ടിയാൽ. ഈ ഒരു ബാങ്കിന്റെയൊക്കെ നമുക്കൊരു അപ്രന്റീസ്ഷിപ്പിന്റെ ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വാല്യൂള്ള. അതുകൂടാതെ നിങ്ങൾ ഒരു കാര്യം, ഇവിടെ ഒന്ന് നിങ്ങൾ ബാങ്കിലൊന്ന് ജോയിൻ ചെയ്താലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇനി നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ബാങ്കിലൂടെ എങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ബാങ്കിൽ ജോയിൻ ചെയ്യാതെ നമ്മൾ പുറത്ത് നിന്ന് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ അപ്പോഴും പഴയത് കണക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ജോയിൻ ചെയ്യുമെങ്കിൽ, ബാങ്കിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ആ ഏത് വഴിയിലൂടെ നമുക്ക് നീങ്ങണമെന്നുള്ള കാര്യം നമുക്ക് ബാങ്കിന്റെ ജോബിന് വേണ്ടിയിട്ട് ഏത് രീതി നമ്മളെ ആരെയൊക്കെ കാണുന്നു, ഏതൊക്കെ ഓഫീസർമാരുമായിട്ട് നമ്മൾ ഇത് വിനിമയം നടത്തുന്നു, ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന്. അത് പിന്നത്തെ കാര്യം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇവിടെ പറയുന്നുണ്ട് എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസ് അണ്ടർ അപ്രന്റീസ് ആക്ട് 1961 2024 ഫൈനാൻഷ്യൽ ഇയർ 2024-25 750 വേക്കൻസി ഇവിടെ പറയുന്നുണ്ട്. ഇനി എങ്ങനെ ഇവിടൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇനി മെയിനായിട്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഓപ്പണിംഗ് ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ 1 മാർച്ച് തുടങ്ങി. ഇത് ഈ മാസത്തെ മാർച്ച് 9 വരെ ഇതുള്ളൂ. അതായത് ക്ലോസിംഗ് ഡേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 9 അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. മറ്റത് IDBIയുടെ 12 ആണെങ്കിൽ ഇത് 9 വരെയുള്ളൂ. അതിനു മുന്നേ നിങ്ങൾ ചെയ്യണം. അപ്പൊ ഇവിടെ ഇവര് ഇതിന്റെ ഏതൊക്കെ ആസാമുണ്ട്, സ്റ്റേറ്റ് കണക്കിന് സ്റ്റേറ്റിന്റെ അനുസരിച്ച് ഏതൊക്കെ വേക്കൻസി ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. നമ്മുടേതും വരുന്നുണ്ട്. ഗുജറാത്ത്, ഗോവ, ഹരിയാന, കർണാടക, കേരളത്തിൽ 40 വേക്കൻസി ഉണ്ട്. അപ്പം ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ താഴെ നോക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. എല്ലാം പറഞ്ഞാൽ ഒരുപാട് വീഡിയോ നീളും, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ നോക്കിക്കോണം. ഇതിന് ഏജിനെ പറ്റി പറയുന്നുണ്ട്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ ഏജ് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വേണമെന്നുള്ളത് പറയുന്നുണ്ട്. മിനിമം 20 ഇയേഴ്സ് ഉണ്ടായിരിക്കണം. 20 തൊട്ട് 28 വയസ്സുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. മാർച്ച് 1 തൊട്ട് മാർച്ച് 9 വരെയാണ് ഇതിന്റെ ഡേറ്റ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി, ഗ്രാജുവേഷൻ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ റിലാക്സേഷൻ ഇപ്പൊ ഇതിനകത്തും ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും മറ്റും ഇതിന്റെ ഇത് റിലാക്സേഷൻ ഉണ്ട്, ഏജ് റിലാക്സേഷൻ. ഇവിടെ നോട്ട് എന്താണെന്ന് നിങ്ങൾ നോക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഓടിച്ചു വിടുകയാണ്. കാര്യം നിങ്ങൾ തന്നെ പിന്നെ പറയും ഇന്ന് തീരത്തില്ലേ, നാളെ കാര്യം നമ്മളൊരു കാര്യം പറയുമ്പം അത് ക്ലിയർ ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകണം. യൂട്യൂബ് നമുക്ക് അതിനുള്ള ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭാഗം വന്നാൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഫെസിലിറ്റി യൂട്യൂബ് തന്നു. അപ്പം പക്ഷെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കേൾക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയും, നിങ്ങളുടെ CV നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അവരുടെ റിക്വയർമെന്റ് ഡീറ്റെയിൽ അനുസരിച്ച് നിങ്ങൾ CV അപ്ഡേറ്റ് ചെയ്യണമെന്ന്. എനിക്ക് ഒരാൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി സഹായത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു CV അയച്ച് അത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഒറ്റ പേജേ ഉള്ളു. അതായത് ഒരു ജെൻസ് കാൻഡിഡേറ്റ് ആണ്. അത് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ പിന്നെയും പറയായിരുന്നു ശരി, അവർക്ക് പറ്റും. ഇത് ജെൻസ് കാൻഡിഡേറ്റ് ആണ്, മെയിലാണ്. മെയിൽ എനിക്ക് അയച്ച ഒരു ബയോഡേറ്റയാണ്. ആ ബയോഡേറ്റ ഒറ്റ പേജിന്റെ എന്നൊക്കെ പറയാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒറ്റ പേജിലുള്ള ബയോഡേറ്റ CV ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കുറഞ്ഞത് 2 പേജ് ആക്കണം. എന്തെങ്കിലുമൊക്കെ അത് സ്ഥലം കുറച്ച് ഫേസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഇപ്പം എക്സ്പീരിയൻസ് മാത്രം എഴുതല്ലേ, എന്തൊക്കെ നിങ്ങൾ ചെയ്ത് അതെല്ലാം കാണിക്കണം, എല്ലാ ഡീറ്റെയിലും കാണിക്കണം. കുറഞ്ഞത് ഒരു 2 പേജെങ്കിലും ഒരു ബയോഡാറ്റയുടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഞാൻ പറയുമ്പോഴാണ് വീഡിയോ ഇച്ചിരി നീളുന്നത്. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല.
പക്ഷേ എന്നെ പോലെയുള്ള വളരെ അറിവില്ലാത്തവരും ഉണ്ടായിരിക്കും ഇതിനെപ്പറ്റി. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ ജെയിംസിന്റെ ഒരു മെയിലിന്റെ ഒരു ഇതാണ്, ബയോഡേറ്റയാണ്, CV ആണ്. ഒറ്റ പേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പേജിൽ കുറിപ്പ് എഴുതി തരുന്ന കണക്കാണ് ബയോഡേറ്റ വെക്കുന്നത്. അതിനകത്തെ ഫോൺ നമ്പർ വിളിച്ചിട്ട് കിട്ടാത്ത ഫോൺ നമ്പറാണ്. അപ്പം അതിന് കണക്കുള്ള ഫോൺ നമ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ അതിനകത്ത് അവർ വിളിച്ചാൽ നമ്മളെ കിട്ടുമോ? കിട്ടത്തില്ല. നമ്മൾ പറയും നമ്മളെ വിളിച്ചില്ലെന്ന് പറയും. ബാക്കി ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഇവിടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, എങ്ങനെയാണ് എന്ത് ഫീസാണ് അടയ്ക്കേണ്ടത് എന്നുള്ള EWSന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഈ റിലാക്സേഷൻ ഏജിൻ്റെ പറയുകയായിരുന്നു. ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ പറഞ്ഞ് ഇനി സ്റ്റൈഫൻഡിനെ പറ്റി പറയുന്നു. കാൻഡിഡേറ്റ് ഹു ആർ സെലക്ടഡ് ആർ അപ്രന്റഡ് വിൽ ബി പെയ്ഡ് സ്റ്റൈഫൻഡ് കിട്ടും. അതായത് മെട്രോ സിറ്റിയിലുള്ളവർക്ക് 15,000, യുർവാൻ 12,000, സെമി യുർവാൻ 10,000 വെച്ച് ഇതിൻ്റെ സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ സ്റ്റൈഫൻഡോ മറ്റുള്ള കാര്യവുമല്ല, നിങ്ങൾക്ക് ഇവരുടെ ഈ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ, ഇന്ത്യ ഗവൺമെന്റ് ബാങ്കിന്റെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് 1 വർഷം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതാണ് പ്രധാനം. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇതിന്റെ ടെസ്റ്റിന്റെ ഇത് പറയുന്നുണ്ട്. നിങ്ങൾ ഇതെല്ലാം പഠിക്കുക. ഇനി ഇതെങ്ങനെ ആപ്ലിക്കേഷൻ ഗൈഡ് ലൈൻസ് എല്ലാം ഇവിടെ തരുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണമെന്നുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിൻ സ്കീം എന്നാണ്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം, NATS എന്നാണ്. ഇവിടെ നിങ്ങൾ സ്റ്റുഡൻറ് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, ആധാർ കാർഡ്, നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഡു യു ഹാവ് എബവ് ഡേറ്റ ടു എൻറോൾ? നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കിയോ എന്നുള്ളിടത്ത് നിങ്ങൾ യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. ഇത് സ്റ്റുഡൻറ് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, ഇതിൻ്റെ ഇമെയിൽ കൊടുക്കണം, പിന്നെ ക്യാപ്ച കൊടുത്ത് നിങ്ങൾ ഇതിൻ്റെ സെൻഡ് OTP പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൊബൈലിലും OTP വരും, ഇമെയിൽ ID-യിലും OTP വരും. ഈ 2 OTP നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.